വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഡിസംബർ 5 നടന്ന മ്യൂസിയം അറ്റൻഡന്റ് അല്ലെങ്കിൽ തിയേറ്റർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പൊ PSCയുടെ ആൻസർ കീ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനമാണ് നമ്മളിവിടെ നടത്തുന്നത്. അതിൽ ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സും ഒഴിച്ച് ബാക്കി GK ഭാഗങ്ങളും കമ്പ്യൂട്ടർ മലയാളം ഭാഗങ്ങളും ഒക്കെ നമുക്ക് ഒന്ന് പഠിച്ചു പോവാം. 10th മെയിൻസ് എക്സാം എങ്ങനെയാണോ അതേ രീതിയിലാണ് ഈ എക്സാം നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. 1, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം, പെറ്റർലൂ കൂട്ടക്കൊല റഷ്യൻ വിപ്ലവം, ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം, പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇതിൽ തെറ്റായത് പെറ്റർലൂ കൂട്ടക്കൊലയാണ്. പെറ്റർലൂ കൂട്ടക്കൊല നടന്നത് ഇംഗ്ലണ്ടിലാണ്. ഇപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം, പെറ്റർലൂ കൂട്ടക്കൊല ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ളതാണ്. ലോങ് മാർച്ച് ടെന്നീസ് വിപ്ലവം, പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അങ്ങനെയാണ് ആൻസർ. നെക്സ്റ്റ് വൺ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവി പേരൂർ. 1947 തൃശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരാണ്? കെ കേളപ്പൻ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപവൽക്കരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലി. ചേരുംപടി ചേർക്കുക. അതായത് ദേശീയ സമരകാലത്തുള്ള കുറച്ച് പത്രങ്ങളും അതിലെ സ്ഥാപകരുമാണ് കൊടുത്തിരിക്കുന്നത്. ബംഗാളി പത്രം സുരേന്ദ്രനാഥ ബാനർജി, വന്ദേ മാതരം ലാല ലജ്പത് റായ്, അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. അത് നമ്മൾ വേണമെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ല കുട്ടികൾ കുറെ പേരൊന്നും. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ക്ലിയർ ആയില്ലോ? അടുത്തത്, പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ പെടാത്തത് ഏതാണ്? 1, കേരള ജ്യോതി, അടുത്തത് കേരള രത്നം, കേരള പ്രഭ, കേരള ശ്രീ. ഇതിൽ ഉൾപ്പെടാത്തത് കേരള രത്നമാണ്. കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എന്നിവ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാരോട് ഏർപ്പെടുത്തിയ കേരളത്തിലെ പുരസ്കാരങ്ങളാണ്. അടുത്തത് പാംലു, PAMLOU, പാംലു. അതൊരു എന്താ പറയുന്നത്, വളരെ പ്രാചീനമായിട്ടുള്ള ഉപജീവന കൃഷിയാണ്. ഈ പാംലു എന്ന് പറയുന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മണിപ്പൂരാണ്. അടുത്തത്, 2 പ്രസ്താവന തന്നിരിക്കുകയാണ്. ആ പ്രസ്താവനകളില് ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസിസ് ബലം വർദ്ധിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന, കൊറിയോലിസിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം? ആൻസർ, ഓവർലേ വിശകലനം. അതായത് ഓവർലേ അനാലിസിസ് ആണ് ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാനുള്ള ഭൂവിവര സാങ്കേതിക വിദ്യക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. രചനാതോപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രവി ചിനാബ് നദികൾക്കിടയിൽ. രവിയുടെ രായും ചിനാബിന്റെ തോബും അങ്ങനെ ഓർത്താൽ മതി. ചിനാബിന്റെ ബായും. അപ്പൊ രവി ചിനാബ് രചനാതോപ്. താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? സൂററ്റ്. കൊങ്കൺ റെയിൽ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏതാണ്? കാർഗുഡെ തുരങ്കം. ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി? PC മഹലനോബിസ്.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? ചില്ലറ വില. സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗിക്കുന്ന ഫലപ്രദമായ ഒരു വഴികാട്ടിയാണ്. ഏതിനാണ്? നിക്ഷേപത്തിന്. ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാനായി 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ പേര് എന്താണ്? കാർവേ കമ്മിറ്റി. WTO സ്ഥാപിതമായ വർഷം എന്നാണ്? 1995. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 111. താഴെ പറയുന്നവയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാമാണ്? തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയാണ് ഉത്തരങ്ങൾ. ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിൽ നിന്നാണ്? അവശിഷ്ട അധികാരങ്ങളിൽ. ഇന്ത്യയില് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെന്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാമാണ്? വക്കം പുരുഷോത്തമനും പി ശ്രീരാമകൃഷ്ണനുമാണ്. പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? പാർട്ട് 2. താഴെ പറയുന്ന പ്രസ്താവനയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിൽ നിന്ന് 9 പേരെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്ന് കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത PT ഉഷയാണ്. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. അടുത്തതും 2 പ്രസ്താവന തന്നേക്കാണ്. മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായത് തെരഞ്ഞെടുക്കുക. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. ആ പ്രസ്താവന ശരിയാണ്. അടുത്ത ചോദ്യം, പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനകൾ ഞാൻ വായിക്കാം. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ശരിയാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. അതും ശരിയാണ്. അടുത്തത്, സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ടത് പ്രസ്താവനകൾ 3 തന്നിരിക്കണേ. 3 പ്രസ്താവനകളും ശരിയാണ്. വായിക്കാം. സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഈ 3 ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നു. ശരിയാണ്. വിജിലൻസ് കമ്മീഷന്റെ തലവൻ വിജിലൻസ് കമ്മീഷണർ ആണ്. അതും ശരിയാണ്. 2 ഓപ്ഷനുകൾ ശരിയാണ്. ഇനി കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കേന്ദ്ര സർവീസ്. അതിലെ ശരിയായ പ്രസ്താവനകൾ വായിക്കാം. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിന്ന് നിയമിക്കുന്നു. അടുത്തത്, ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. ഇത് രണ്ടും കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. ഇനി അക്ഷയ കേന്ദ്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, ജനങ്ങളെ സാക്ഷരരാക്കുക എന്നത് ഇതിന്റെ ലക്ഷ്യമാണ്. ശരിയാണ്. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം. അതും ശരിയാണ്. ഇനി ഗവേൺസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്. അതും ശരിയാണ്. അടുത്തത്, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായത് മാത്രം ഞാൻ വായിക്കാം. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിരിക്കുന്നു. ശരിയാണത്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് കമ്മീഷന്റെ അധിപൻ. ശരിയായ പ്രസ്താവനയാണല്ലേ അതൊക്കെ. അടുത്തത്,
ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 3 പ്രസ്താവന തന്നിരിക്കുന്നു. 3 പ്രസ്താവനകളും ശരിയാണ്. ഒന്ന്, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. അടുത്തത്, സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം കൊണ്ട സ്ഥാപനമാണ് ലോകായുക്ത. അടുത്തത്, ഭരണതലത്തിലും ഔദ്യോഗിക തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവരുടെ ധർമ്മം. ഈ 3 പോയിന്റും ശരിയാണ്. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈഫോയിഡ്. ശരീരത്തിന് ആവശ്യമായ ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? കാർബോഹൈഡ്രേറ്റ്. ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഞാൻ ശരിയായത് വായിക്കാം. ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. അടുത്ത ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇൻസുലിന്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു എന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ്? ഉൾപ്പെടാത്തത് ഓക്സിജൻ ആണ്. അപ്പൊ ഉൾപ്പെടുന്നത് ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തൈൽ, നൈട്രസ് ഓക്സൈഡ് എന്നിവ ഹരിതഗൃഹവാതകങ്ങൾ ആണ് എന്ന് മനസ്സിലാക്കുക. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. അതിൽ തെറ്റായ ജോഡി ഏത്? 4 ഓപ്ഷൻ തന്നിരിക്കുന്നു. അപ്പൊ ശരിയായത് നമുക്ക് പഠിക്കാം. ജീവകം എ സിറോഫ്താൽമിയ, ജീവകം ഡി റിക്കറ്റ്സ്, ജീവകം സി സ്കർവി. അപ്പൊ എയുടെ അഭാവം മൂലം സിറോഫ്താൽമിയയും ഡിയുടെ അഭാവം മൂലം റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗവും സിയുടെ അഭാവം മൂലം സ്കർവിയും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുക. വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? വൈറസ്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആർദ്രം. ഈ നമ്മുടെ കേരള സർക്കാർ പദ്ധതികളുമായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ ട്ടോ. അടുത്തത്, ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? പന്തിനെ പരിഗണിച്ചാൽ അതിന്റെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവും ആയിരിക്കും. അതായത് തെറ്റായ പ്രസ്താവന ആണ് ഏതാന്ന് ചോദിച്ചാണ് ഞാൻ ശരിയായ പ്രസ്താവനയാ പറഞ്ഞത്. ഒരു നിശ്ചിത വേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിന്റെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവും ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയില്ല? ബാക്കി 2 തെറ്റാ പറഞ്ഞത്. അപ്പൊ തെറ്റെന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ലല്ലോ കേട്ടോ. അപ്പൊ തെറ്റെന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഇനി നെക്സ്റ്റ് വൺ, പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് എന്നാണ് അടുത്ത ചോദ്യം. പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് കിലോ വാട്ട് അവർ ആണോ, വാട്ട് ആണോ, ജൂൾ പെർ സെക്കൻഡ് ആണോ, ഹോഴ്സ് പവർ ആണോ എന്നൊക്കെ ചോദിച്ചേക്കണു. അപ്പൊ പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് കിലോ വാട്ട് അവർ ആണ്. അപ്പൊ പവറിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? വാട്ട്, ജൂൾ പെർ സെക്കൻഡ്, ഹോഴ്സ് പവർ തുടങ്ങിയവയാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത്, നാസ ഗോയസ് യു ഉപഗ്രഹത്തിന്റെ പ്രധാന ദൗത്യം എന്താണ്? പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം. കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപ വൈദ്യുത നിലയങ്ങൾ ഏതെല്ലാമാണ്? ബ്രഹ്മപുരം, കോഴിക്കോട്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതു മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത്? ആന്റിമണി. അടുത്തത്, റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? നൈട്രിക് ആസിഡും പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡും. നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈക്വൽ ടു റീഗൽ വാട്ടർ. ഏതാണ്? റീഗൽ വാട്ടർ. സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയം. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ് സ്ഥാപിതമായത്? ഹൈദരാബാദ്. ലോക ശാസ്ത്ര ദിനം എന്നാണ്? നവംബർ 10. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ജോസഫ് മുണ്ടശ്ശേരി.
കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ഈ വരികൾ എഴുതിയത് ആര്? ഇടശ്ശേരി. ഇന്ത്യൻ ഫുട്ബോൾ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? സുനിൽ ഛേത്രി. ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? ഇന്ദുലേഖ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? SK വസന്തൻ. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന സമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടം. ഇത് ആരുടെ വാക്കുകളാണ്? MT വാസുദേവൻ നായർ. മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നവയിൽ ഏതു വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെണ്ട. ഇനി പറയുന്നവയിൽ ഏതാണ് വൊളാറ്റൈൽ മെമ്മറി? വൊളാറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമാണ് റാം. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രാഥമിക പ്രവർത്തനം ഏതാണ്? സംഖ്യാ ഡാറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ മുമ്പറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേര് മെറ്റ. ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? റൂട്ടർ. ഏത് മാൽവെയർ ആണ് അതിന്റെ ഡെവലപ്പർക്ക് വരുമാനമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഏതാണ്? റാൻസം വെയർ. അടുത്തത്, ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ശരിയായ പ്രസ്താവനകൾ നമുക്കൊന്ന് വായിക്കാം. വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർതൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. സഹോദരിക്ക് സഹോദരനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. എന്നാൽ തെറ്റേതാണ്? ഈ മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ് എന്നുള്ളത് തെറ്റായതാണ്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1993. മനുഷ്യാവകാശ കമ്മീഷന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇട്ടിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്ത്? മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്നതാണ് ബാലനീതി നിയമപ്രകാരം ഏറ്റവും വലിയ കുറ്റം ട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എന്താ? 10 ലക്ഷം രൂപ വരെ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ച്, വിവരാവകാശം, മനുഷ്യാവകാശം, അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കൂ ട്ടോ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ട സമയപരിധി എത്ര? 48 മണിക്കൂർ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ. ഇനി വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് ഗാർഹിക പീഡന നിയമം എന്നറിയപ്പെടുന്നത്. അടുത്തത് കുറച്ച് മലയാളം ചോദ്യങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മകൻ എന്ന പദത്തിന്റെ അലിംഗ ബഹുവചനം ഏത്? എന്താ പറഞ്ഞ? മകൻ എന്ന പദത്തിന്റെ അലിംഗ ബഹുവചനമാണ് മക്കൾ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയില് മലയാളത്തിൽ എഴുത്ത് രീതിക്ക് അനുയോജ്യമായ വാക്യം കണ്ടെത്താൻ. എഴുത്ത് രീതിക്ക് ആൻസർ മാത്രം ഞാൻ വായിക്കാം, വെറുതെ വായിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഇന്ത്യയിലുള്ള ദരിദ്രരും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പിക്കാനുള്ള ശാന്തവും സത്യബലവുമായ ഒരേ ഒരു ഉപായം ഖാദിയല്ലാതെ വേറെയൊന്നുമില്ല. ഇതാണ് ശരി ട്ടോ. താഴെ തന്നിരിക്കുന്ന പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാണ്? ഒന്ന് ഈരണ്ട് വീതം, അടുത്ത് ഈരണ്ട് വീതം നമ്മൾ പറയില്ല കേട്ടോ, ഈരണ്ട് എന്നേ പറയുള്ളൂ. നക്ഷത്രം എണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിലുള്ള അർത്ഥം എന്താണ്? കഷ്ടപ്പെടുക എന്നാണ്. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഒന്ന്, ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. 3, ആ മലവെള്ളം കുറെ ദിവസം നിന്നു. അതും ശരിയാണ്. ബാക്കി 2 തെറ്റായതാണ്, അത് ഞാൻ വായിക്കണില്ല. ഇനി ചിന്മയം എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നുള്ളതാണ്. ചിന്മയം ട്ടോ. ചിത്ത്, തായിലെ തറയുടെ ചിത്ത് പ്ലസ് മയം ട്ടോ. ചിത്ത് പ്ലസ് മയം. ഇനി ചേരുംപടി ചേർക്കാനാ പറഞ്ഞേക്കണേ, ഞാൻ അത് ക്ലിയർ ആയിട്ട് ആൻസർ ആയിട്ട് വായിക്കാം. അർദ്ധവിരാമം ഏതാണ്? രോദിനി. അർദ്ധവിരാമം രോദിനി.
അപൂർണ വിരാമം ഭിത്തിക. അപൂർണ വിരാമം ഏതാണ്? ഭിത്തിക. പൂർണ്ണ വിരാമം ബിന്ദു. അല്പവിരാമം അങ്കുശം. ക്ലിയർ ആയല്ലോ? അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്നാ പറയണേ. അപ്പൊ നമുക്ക് ശരിയായ ജോഡി പഠിക്കാം. 3 നമുക്ക് കിട്ടും അല്ലെ. വൈതരിണി. എന്താണ് വൈതരിണി? ദുർഘട സ്ഥലം. ഭഗീരഥ പ്രയത്നം, കഠിനമായ അധ്വാനം. അക്ഷയപാത്രം, അവസാനിക്കാത്ത സമ്പത്ത്. ക്ലിയർ ആയല്ലോ? അടുത്തത്, കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുക. അതില് ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ക്ഷണം ക്ഷണനം, പ്രസാദം പ്രാസാദം, താരം താരകം, പ്രവാദം പ്രവാത്തം. അപ്പൊ ചേരാത്തത് താരം താരകാണ്. ക്ഷണം ക്ഷണനം, പ്രസാദം പ്രാസാദം, പ്രവാദം എന്നുള്ളത് ഏതാണ്? ദയയുടേത്. പ്രവാത്തം എന്ന് പറയുന്നത് തറയുടേത്. ട്ടാ. മഞ്ഞുതൊപ്പി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം കണ്ടെത്തുക. മഞ്ഞുതൊപ്പി, മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി. മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി. അപ്പൊ ഇത്രയുമാണ് നമ്മള് മ്യൂസിയം അറ്റൻഡന്റ് എക്സാമിന് നടന്നിട്ടുള്ള മലയാളം, അതുപോലെ തന്നെ IT മേഖലയിൽ നിന്നുള്ളതും GK മേഖലയിൽ നിന്നുമായിട്ടുള്ള ഭാഗങ്ങളുള്ളത്. ഒരു 10th മെയിൻസിന് എങ്ങനെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. 10th പ്രിലിംസിന് വേണ്ടി പഠിക്കണ കുട്ടികളാണ്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിലെ മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ചും ഗാർഹിക പീഡന സംരക്ഷണ നിയമത്തെക്കുറിച്ചും അതുപോലെ തന്നെ ലോകായുക്ത, ലോക്പാല് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച്, ബാലനീതി നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചെറിയ രീതിയിലുള്ള കാര്യങ്ങളല്ല അതിൽ ചോദിച്ചേക്കണേ, ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളാ ചോദിച്ചേക്കണേ. ഈ ടോപ്പിക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലില് നമ്മൾ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡിഗ്രി ലെവലിൽ എങ്ങനെ പഠിക്കണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ട് പഠിച്ചു നോക്കാം. എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ട്ടോ.